നെടുമങ്ങാടത്തെ ആ കുട്ടിയുടെ ആ സംഭവം ഇത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റൂല. ഈ രണ്ട് സാധനങ്ങളും എന്തോ പുണ്യപ്രവൃത്തി ചെയ്തിട്ട് വണ്ടിയിൽ കയറുന്നത് ഒന്ന് കാണണം. നല്ല പുണ്യപ്രവൃത്തിയും ചെയ്തിട്ടാണ് രണ്ടുപേരും വണ്ടിയിൽ കയറുന്നത്. നാണവമാനം ഇല്ലാത്തവള്. അവൻ കയറി അവിടെ ഇരിപ്പുണ്ട്. അവന് നടക്കാനും പോവാനും ഒന്നിനും വയ്യ. അവൻ്റെ ശരീരം മൊത്തം നീരടിച്ച് അവനെ ഇഞ്ചപ്പരിവാക്കി. നല്ല ഏതത്തിന് അവന് കിട്ടി. അവൻ ഞൊണന്താന്നും പറഞ്ഞ് എന്ന് ജീപ്പിൽ എങ്ങനെയെങ്കിലും വലിഞ്ഞഴഞ്ഞ് കയറിയതിന് ശേഷം അവൾ ചെന്ന് കയറിയാണ് അവൻ്റെ അടുത്ത് നിന്ന് ഇരിക്കണ്. എവള് കൂട്ടുനിന്ന് ഇത് ചെയ്യിച്ചു. ആ ഒരു മോനെ ഇത്രത്തോളവും വേദന അരിപ്പിച്ചാണ് അതിന് ഈ ലോകത്തോട് ആ കുഞ്ഞു വിട പറഞ്ഞത്. അത് ജനിച്ചപ്പം മുതൽ അതിനെ ഉപദ്രവിച്ച് തുടങ്ങി. ഈ രണ്ട് സാധനങ്ങളും, രണ്ട് പിശാചുക്കൾ കൂട്ടുനിന്ന അവൻ്റെ ഉമ്മായും സഹോദരിയും. എന്നിട്ട് എവള് ചെന്ന് ജീപ്പിനകത്ത് കയറി അവൻ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അവനൊന്നിനും വയ്യ. അവൻ്റെ മുഖമൊക്കെ നീരടിച്ച്, അവൻ്റെ കൈപ്പാദമൊക്കെ നല്ല നീരുണ്ട്. അതുപോലെ അവന് നടക്കാൻ വയ്യ. നല്ല ഏതത്തിന് കിട്ടി. 2 ദിവസം പോലീസ് കസ്റ്റഡിയിലായിരുന്നെങ്കിലും നല്ല ഏതത്തിന് കൊടുത്തു. അതുപോലെ തന്നെ അന്ന് തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോൾ തന്നെ ആ നാട്ടുകാരെല്ലാവരും കുറച്ചൊക്കെ പെരുമാറിയവനാ. കുറച്ച് നല്ലതുപോലെ കൊടുക്കണമായിരുന്നു. അതാണ് അവൻ്റെ ഉമ്മാക്ക് സങ്കടം വന്നത്. എൻ്റെ മോൻ്റെ കഴുത്തിൻ്റെ ഇവിടെ, എൻ്റെ മോൻ്റെ മൂക്കിൽ തടവി, എൻ്റെ മോൻ്റെ കഴുത്തിൽ തടവി എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞത്. അപ്പം ഈ തള്ളച്ചി കയറി ഇരിക്കണത് കണ്ടാ? ഈ തള്ളച്ചി കയറി ഇരിക്കണു. പുതിയാപ്പിളയല്ലേ കല്യാണം കഴിഞ്ഞ് മധുവിധം ആഘോഷിക്കാൻ പോണത്. തള്ളച്ചി കയറി ഇരിക്കണു. പോലീസ് പറഞ്ഞ് ഇറങ്ങാൻ പറഞ്ഞു. അവൻ്റെ അടുത്ത് ഇരിക്കണ്ട, ഇറങ്ങാൻ പറഞ്ഞു. അവൾ വിചാരിച്ചിപ്പോൾ കയറി ഇരുന്ന് അങ്ങോട്ട് കാര്യങ്ങൾ പറയാം. അതിനെ ഇങ്ങനെ ആക്കി അതിനെ ഇത്രത്തോളം ചെയ്ത് കൂട്ടിയിട്ട് കയറി അങ്ങ് ഇരിക്കുകയാണ്. എന്നിട്ട് അന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ രണ്ടുപേരും അവളെയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നു. അതേ കണക്കിപ്പം വിചാരിച്ച് കയറി അങ്ങ് ഇരിക്കാമെന്ന്. കുഞ്ഞായിരുന്നല്ലോ തടസ്സം. അപ്പോൾ വിചാരിച്ച ഇനി കുഴപ്പമൊന്നുമില്ല, ഇനി അങ്ങ് വിടുമെന്ന്. നീയൊക്കെ കാലകാലം നീയൊക്കെ അതിനകത്ത് കിടന്ന് നീയൊക്കെ നരകിക്കണം ജയിലിനകത്ത്. എവളെയൊന്നും വെറുതെ വിടരുത്. യവനെ വെറുതെ വിടരുത്. ഇവന് തക്കതായ ശിക്ഷ കിട്ടണം. യവനും എവുക്കും ഇനി പുറം ലോകം കാണരുത്. അവളെ കോലം കണ്ടില്ലേ? അവള് തിന്നപ്പം എല്ലിൻ്റെ ഇടയെ കുത്തി. എങ്കിൽ ആ കുഞ്ഞിനെയും കൊണ്ട് നീ സന്തോഷമായിട്ട് നീ നിൻ്റെ അമ്മേരെ കൂടെ അങ്ങനെ ജീവിക്കാത്തെന്തായിരുന്നു? അല്ലെങ്കിൽ നീ ആ കുട്ടിയെ ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ആൾക്കാർക്കങ്ങ് കൊടുക്കാന്തായിരുന്നു? അല്ലെങ്കിൽ നിൻ്റെ അമ്മ കൊണ്ടുപോയി നോക്കിയനായിരുന്നല്ലോ. അവരെ നല്ലേ പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോയി ഇതേ കണക്ക് ചെയ്തത്. നിങ്ങൾ ഇതിനൊക്കെ നല്ലതുപോലെ അനുഭവിച്ചേ പോവുള്ളൂ. അവൻ്റെ ഉമ്മ വന്ന് ഇടയ്ക്ക് വെച്ച് കരഞ്ഞ് മെഴുകിയായിരുന്നു. ഭയങ്കര മെഴുകലായിരുന്നു. എൻ്റെ മോനെ ഉപദ്രവിച്ചു, എൻ്റെ മോന് വെള്ളം പോലും കിട്ടാതെ കിടക്കുകയാണ്, എൻ്റെ മോൻ വെള്ളം കുടിച്ചാൻ തോന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരുന്ന് കരഞ്ഞ് മെഴുകണ കണ്ട്. പിന്നെ മോൻ സ്നേഹിച്ചതാണ്. വേറൊരു പെൺകൊച്ച് മുഖാന്തരം ഇവനെ മുട്ടിച്ചു കൊടുത്തതാണ്. മോൻ സ്നേഹിച്ചതാണ്. അതായത് ആമിനായ ഭയങ്കരിയായ അമ്മയായ ദ്രോഹി തള്ളയും തള്ളയുടെ മകളും ചേർന്ന് ഈ ആമിന എന്ന് പറയുന്ന കുട്ടിയെ ഒരാൾ മുഖാന്തരം ഒരുത്തി മുഖാന്തരം ഒപ്പിച്ചു കൊടുത്തതാണ് മോന് എന്നാണ് പറയണത്. അയ്യോ മോൻ പഞ്ചപാവുമായിരുന്നു, അങ്ങനെ ഒപ്പിച്ചു കൊടുത്താണ് പോയത്. ഒപ്പിക്കാൻ ചെല്ലുമ്പോൾ എന്തിനു ഒപ്പാൻ പോണത്? ഈ പെൺകൊച്ചിനെ ഇക്ബാൽ കോളേജിലാണ് ഈ പെൺകൊച്ച് പഠിച്ചത്. അവൻ നിരന്തരം ആട്ടം ഓടാൻ പോകുമായിരുന്നു. അപ്പൊ ആട്ടം ഓടാൻ പോയി ഇവളുമായിട്ട് കമ്പനി ആയതാണ് ഈ കൊച്ച്. കമ്പനിയായി ഞങ്ങൾ ആദ്യം വീട്ടിൽ പോയി ചോദിച്ചായിരുന്നു ഈ കൊച്ചിന് വേണമെന്ന് പറഞ്ഞ്. അങ്ങനെ അതിനറിഞ്ഞൂടായിരുന്നു. അതിന് അന്ന് എത്ര വയസ്സ്? അതിന് 18 വയസ്സാങ്ങാണ്ടേ ഉള്ളൂ. ഇക്ബാൽ കോളേജിലാണ് പഠിച്ചത്. അതൊക്കെ തള്ള പറയുന്നുണ്ട്.
അങ്ങനെ ഓട്ടോ ഓടാൻ പോയി വേറെ ആരാ കൊണ്ടുവച്ച് മുട്ടിച്ചു കൊടുത്തു. ഇവിടെ വിളിച്ചിട്ട് എൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞു, വീട്ടുകാരടുത്ത് വന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഞാനും എൻ്റെ മോളും ഈ അനു എന്ന് പറയുന്ന പെണ്ണും, ഞാൻ പറഞ്ഞല്ലോ ആ പെണ്ണും, അനു എന്ന് പറയുന്ന അവളുണ്ട്, മോൻ്റെ കാമുകി, അത് അവളാണ് ഡാൻസുകാരി. ഈ കാമുകിയാണ് എല്ലാവർക്കും ഒപ്പിച്ചു കൊടുപ്പ്. ഈ കാമുകിയാണ് ഈ ആമിനായ ഇയാൾക്ക് ഒപ്പിച്ചു കൊടുത്തത്. ഈ കാമുകിയാണ് അഖിലയായിട്ട് ഒരുമിപ്പിച്ചത്. അനു എന്ന് പറയണ ഈ കാമുകി. എന്നിട്ട് അഖിലെ ഡാൻസ് കളിപ്പിക്കാനെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അങ്ങനെ ഒരു മുട്ടലായി. ഇവൻ യഥാർത്ഥത്തിൽ അവളെ കൊണ്ടു നടക്കണതാണ്. അവൾക്ക് ഭർത്താവാ കൊച്ചാകണ്ടേ കൊണ്ടെന്ന് പറയണമെങ്കിലും അവളുമായിട്ട് അവൻ കണക്ഷനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ചെറയൻകീഴുള്ള ഏതോ ഒരു പെങ്കൊച്ചിനെ അതിനെയും കൂടെ ഡാൻസിനെന്നും പറഞ്ഞ് വലിച്ചഴിച്ചുകൊണ്ട് ഇട്ടത് അവിടെ. അതിനെ ഒപ്പിച്ചു കൊടുത്തു ഈ സ്ത്രീ. എന്നിട്ട് ഈ സ്ത്രീ അങ്ങ് മാറി നിൽക്കുകയാണ് ചെയ്യണത്. ആ സ്ത്രീയെ പിടിച്ചാ? ഇതുവരെയും പിടിച്ചില്ലല്ലോ. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ പിടിക്കാത്തത്? ഈ തള്ള എന്തുകൊണ്ട് പിടിക്കാത്ത? ഈ തള്ള എന്തുമാത്രം ഈ ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ച്, ഈ ആമിന എന്ന് പറയണ, ശരിയാണ് ഇയാളെ ഭാര്യയായിട്ട് വന്ന്, അപ്പം ഈ സ്ത്രീയെ ഈ പെണ്ണുപിള്ളേരെ മരുമോളായിട്ട് തന്നെയാണ് വീട്ടിൽ വന്ന് കയറിയത്. എന്നിട്ട് എന്തുകൊണ്ട് ഇവരിത്രയും ആ കുട്ടിയെ ഉപദ്രവിച്ച് അതിനെ കോമ സ്റ്റേജിലാക്കി. ഇനി സംസാരിക്കാൻ പോലും ഇപ്പം വയ്യ. ഈ തള്ളേരെ മോളും കൂടെയാണ് ഇങ്ങനെ ആക്കിയോ, മോനും കൂടാ. അപ്പം ഇത്രത്തോളം ചെയ്ത് കൂട്ടിയിട്ട് അതിനെ അങ്ങ് വലിച്ചങ്ങ് എറിഞ്ഞ് അതിനുള്ള സ്വർണവും എടുത്ത് അതിനുള്ള പണവും ഇട്ട്, അവർ പാവങ്ങളാണ് എങ്കിലും ഇച്ചിരിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വലിച്ചെടുത്ത്. എന്നിട്ട് പോരെങ്കിൽ അവർ കിടക്കണ ആ കുടിൽ, ഒരു ചെറിയ 10 സെൻറ്റ് ആ വീട്, അതിന് വേണ്ടിയിട്ട് ഈ തള്ളയും മോനും മോളും കൂടെയൊക്കെ അങ്ങോട്ട് നിന്നതിന് ഈ പെൺകുട്ടിയെ ഒരുപാട് ഉപദ്രവിച്ചു. അതാണ് ഈ പരുവത്തിലാക്കി. പിന്നെ അതിന് വയ്യാതെയായി. അതിനെന്തായാലും ജീവൻ തിരിച്ച് കിട്ടി. ആ ജീവനുണ്ട്. അതുകൊണ്ട് ആ കുട്ടി ഓരോ കാര്യങ്ങൾ വന്നിരുന്ന് പറയുന്നുണ്ട്. മോനുമായിട്ട് ആ വീട്ടിൽ പോയി ചോദിച്ചു. ആദ്യം അവര് പറഞ്ഞ് തരൂല, കെട്ടിച്ചേരൂല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും. പിന്നെ ഈ വക്കീലുമ്മാക്ക് അങ്ങ് കൊടുത്താലും മതിയായിരുന്നു. അവർക്കറിയാം, വീട്ടുകാർക്കറിയായിരുന്നു. നിന്നെയൊക്കെ കണ്ടപ്പോഴേ ഭദ്രകാളി ഒരു ലുക്കോട് കൂടിയാണ് കാണുന്നത്. ഇപ്പം നമുക്ക് ഇതിൽ തന്നെ കാണുമ്പോൾ ഈ സ്ത്രീയുടെ കള്ളക്കരച്ചിലും എല്ലാം കാണുമ്പോഴേ അറിയാം, കള്ളക്കരച്ചിലാണ്. ഒരു ഭദ്രകാളി ലുക്ക്. ഈ സ്ത്രീയാണ് ചെന്ന് ചോദിക്കണത് മോന് വേണ്ടിയിട്ട്. മോൻ പല പെണ്ണുങ്ങളെ കൂടെ ഇങ്ങനെ നടന്നിട്ട് ജീവിതം നശിപ്പിക്കാനായിട്ട് നീ എന്തിന് ചെന്ന് കയറി? ഈ യവന്മാരിങ്ങനെ നടക്കണ കഴുതകൾ പല സ്ത്രീകളെ കൂടെയും പോയിട്ട് പിന്നെന്തിനാണ് ബാക്കിയുള്ള നല്ലതുപോലെ നടക്കുന്ന പെൺപിള്ളേരെ ജീവിതം നശിപ്പിക്കാൻ പോണത്? ആ കൊച്ച് നല്ലതുപോലെ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അതിൻ്റെ ഉമ്മ പറയുന്നുണ്ട്, അതെനിക്ക് തോന്നുന്നു സയൻസ് ആകണ്ടേന്ന് എടുത്ത് പഠിച്ചത് ഈ ആമിന. പ്ലസ് ടുവിന് ആമിന നല്ല മാർക്കുണ്ടായിരുന്നു. എന്നാലും അത്യാവശ്യം നല്ല മാർക്ക്, 1080 മാർക്ക്. അതിൻ്റെ ഇടയിൽ തോന്നിയ ഒരിത് അതേ അമ്മ വളച്ചെടുത്ത്. മറ്റേ അവളാണ് ഇതിനെല്ലാത്തിനും കാരണം. കൊച്ചുകുട്ടിയാണ്, 18 വയസ്സേ ആയുള്ളൂ. അവൾക്ക് കെട്ടിക്കാൻ പറ്റൂല, പ്രായമായില്ല. അവൾക്ക് പഠിച്ച് ഒരു തൊഴിലൊക്കെ ഉണ്ടാക്കാനുള്ളതാണ് എന്നൊക്കെ തള്ളയും പറഞ്ഞു. തന്ത ഒന്നും കൂടുതലായിട്ട് പറഞ്ഞില്ല. പിന്നീടാണ് തന്ത പറയാൻ തുടങ്ങി. ഈ പെൺകുട്ടി അങ്ങോട്ട് അയക്കൂലായിരുന്നു, പിന്നെ കെട്ടിച്ചു കൊടുക്കൂലെന്ന് പറഞ്ഞ്. പിന്നെ മെനക്കെട്ട് കയറി ഇറങ്ങി അവർ പാവമാണ്, ആ കുടുംബം പാവമാണെന്ന് അറിഞ്ഞത് കൊണ്ട്. ഒരു സഹോദരനുണ്ടായിരുന്നു ഈ പെൺകുട്ടിക്ക്. അതിനെത്രയോ 10ാം ക്ലാസ്സിൽ അങ്ങോട്ട് പഠിക്കണേ ഉള്ളായിരുന്നു. അതിനെ വരെ ഈ തള്ളയും മോനും എല്ലാം കൂടെ പോയി വെല്ലുവിളിച്ച് അതിനെയും തീർത്ത്. ഇതിനെല്ലാത്തിനും അതും കണ്ടുപിടിക്കണം. ഈ ആമിനാരെ സഹോദരനാ അവർ വെല്ലുവിളിച്ച്, നിന്നെയൊക്കെ നോക്കിക്കോ, നിന്റെ മോനെയൊക്കെ കാണിച്ചു തരാം. അതുപോലെ തന്നല്ല തന്ത ഞങ്ങൾ പോകുമ്പോഴേ തന്ത പള്ളിയിൽ നമസ്കരിക്കാൻ പോയിരുന്നു. ഇവര് കുറെ പെണ്ണിന്റെ വല്യമ്മയും പെണ്ണിന്റെ ഉമ്മയും കൂടെ കുറെയൊക്കെ പറയും. പെണ്ണിന്റെ ആദ്യമേ ഒരു മര്യാദയോട് കൂടിയെങ്കിലും വിളിക്കണ്ടേ? ചെന്നിന്നുണ്ട് പെണ്ണേ പെണ്ണേ പെണ്ണേ. അല്ലെങ്കിൽ മോൻ കെട്ടാൻ പോണു. മോൻ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചൊരു പെണ്ണാണ്. പെണ്ണേ പെണ്ണേ പെണ്ണേ. അതിൽ വെച്ച് മനസ്സിലാക്കിക്കൂടെ ഈ ഇവരെ സ്വഭാവം എങ്ങനെ ഇരിക്കുന്നെന്ന്. പെണ്ണിന്റെ തന്ത വള്ളിയിൽ പോയിരിക്കുകയായിരുന്നു പെണ്ണ്. അങ്ങനെ പറഞ്ഞ് സംസാരിച്ചോണ്ടിരുന്നപ്പോ കാണാൻ അപ്പൊ അനു പറഞ്ഞ് നിങ്ങൾ നടത്തി കൊടുത്താലും നടത്തി കൊടുത്തില്ലെങ്കിലും. അനുവിനെയും കൊണ്ടാണ് പോണ. അവന്റെ കാമുകി അനു, കൂട്ടിക്കൊടുപ്പുകാരി അനു, അവളെയും കൊണ്ടാണ് ഇങ്ങനെ നടക്കണത്. എവിടെയൊക്കെ പെണ്ണുങ്ങളുണ്ടോ ആ പെണ്ണുങ്ങളെയൊക്കെ ഇവനിൽ ഒപ്പിച്ചു കൊടുക്കണം. ഇവക്ക് എന്തോ ബിസിനസ്സാണ്. അതുകൊണ്ടാണല്ലോ ഇവളിങ്ങനെ എല്ലാ പെൺപിള്ളേരെയും ഇങ്ങനെ ഒപ്പിച്ചു കൊടുക്കണം. ഇവക്ക് നല്ല തുക കിട്ടും.
അവനെ ഇങ്ങനെ ഓരോ സ്ത്രീകൾക്ക് ഓരോ പെൺകുട്ടികളെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്ത് അതിലോട്ടങ്ങ് ആക്കുമ്പം അവര് ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിയമപ്രകാരം നമ്മളെല്ലാരും കൂടെ രണ്ട് കുടുംബക്കാരെയും കൂടെ യോജിച്ച് നടത്തി കൊടുക്കണതല്ലേ ചേച്ചി നല്ലത് എന്ന് അവളെ അമ്മേരെ ചോദിച്ചോണ്ടിരുന്നപ്പോ തന്നെ ആ കൊച്ചിന്റെ ബാപ്പ വന്നു. അപ്പൊ അയാളെ അടുത്ത് ചോദിച്ച് സംസാരിച്ചപ്പോ എല്ലാം പറഞ്ഞൊക്കെ വന്നപ്പോ അവർക്ക് കൊടുക്കാനും വാങ്ങിക്കാനും ഒന്നുമില്ല. അല്ല പെണ്ണും പിള്ളേ കൊടുക്കാനും മേടിക്കാനും കിൻഡല് കണക്കിന് തരാം. നമ്മക്കൊന്നും ഇല്ലെങ്കിൽ എന്ത് ഇങ്ങോട്ട് കൊണ്ടുവാ അളിച്ചു വാരിക്കൊണ്ടുവാ. കിൻഡല് കണക്കിന് കൊടുക്കാനും വാങ്ങിക്കാനൊന്നുമില്ല. അവരാ മുഖം പോണ പോക്കാണ് അത് പറയുമ്പോ. അവർക്ക് ഈ 10 സെന്റ് സ്ഥലവും വീടേ ഉള്ളു. അതിപ്പോഴൊന്നും ഞങ്ങൾ കൊടുക്കൂല. ഒരു വകയും ഇല്ല കൊടുക്കാൻ. കല്യാണ ചെലവ് പോലെ അവർക്ക് നടത്താൻ ഇല്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ഇവരിൽ ഒന്നും ഇല്ല എന്ന് പറയും. ഇങ്ങനെ നോക്കണമെന്നുള്ളവരായിരുന്നെങ്കിൽ നിങ്ങൾ നല്ല സ്വഭാവമുള്ള ഒരു തള്ളയായിരുന്നു, നിങ്ങളെ മോളും നല്ല സ്വഭാവമുള്ള ഒരു മോളായിരുന്നു, പിന്നെ അതുപോലെ നിങ്ങളെ മോനും നല്ല സ്വഭാവമുള്ളൊരു മോനായിരുന്നെങ്കിൽ ഒന്നും വേണ്ടല്ല. ആ പെൺകുട്ടിയെ വിളിച്ച് അന്തസ്സായിട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് ജീവിതകാലം മുഴുവനും നോക്കാമായിരുന്നല്ല. വക കൊടുത്തില്ല. അതായിരുന്നു അവിടുത്തെ വിഷയം. ആ 10 സെന്റ് എഴുതി കൊടുക്കണമായിരുന്നു. അതിനായിരുന്നു ഈ സ്ത്രീ ആ പെൺകുട്ടിയെ പേടുത്തിയ പാട്. നിനക്കൊക്കെ പുഴുങ്ങി തിന്നാനാ ഇതൊക്കെ നീയൊക്കെ എവിടെ കൊണ്ട് പോണത്? നീയൊക്കെ മരിക്കുമ്പോൾ കൂടെ കൊണ്ടുപോകൂലല്ലോ, എല്ലാം കളഞ്ഞിട്ടാണ് പോണത്. ആമിനാരയിൽ പല ദിവസവും അവര് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് ഞങ്ങളെ എന്നെയും എന്റെ മോളെയും അവിടെ അടുപ്പിക്കരുത്. വീട്ടുകാർ പറഞ്ഞു കൊടുത്തതിന് കാര്യമുണ്ട്. നിന്റെയൊക്കെ സ്വഭാവം അനുസരിച്ചിട്ടാണ് ഈ തള്ളയും മോളെ അവിടെ അടുപ്പിക്കരുത്. തള്ളേരെയും മോളെയും സ്വഭാവം നല്ലതുപോലെ ആ ഉമ്മാക്കും വാപ്പാക്കും അറിയാന്നുള്ളത് കൊണ്ടാണ് ആ പെൺകുട്ടിയുടെ അടുത്ത് അത് പറഞ്ഞു കൊടുത്തത്. നിന്റെ ജീവിതത്തിന് അത് പറ്റൂലെന്ന് അവര് പല ദിവസം പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. ഇപ്പൊ ഇരുന്ന് പറയണ നമ്മക്ക് മനസ്സിലായി. പിന്നെ ആ കുട്ടിയോട് കാണിച്ച വേല അതും മനസ്സിലായി. ആ ഒരു കുഞ്ഞിനോട് കാണിച്ച അതും മനസ്സിലായി. നീയൊക്കെയാണ് എല്ലാം കൂടെയാണ് ഇതിങ്ങനെ ചെയ്തത്. എന്നിട്ട് നിക്കണാണ്ടില്ലേ പഴക്കൂടമ്പ വിളിച്ച് പറഞ്ഞെങ്കിൽ കാര്യമായിപ്പോയി. ഇതിനെല്ലാം പ്രതികാരമാണ് ആ പെൺകുട്ടീനെ മണ്ടയിൽ തീർത്തതിന് സംസാരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലാക്കി വിട്ടില്ലേ. അനുവിന് മാത്രമേ അറിയാം, ഞങ്ങൾക്കറിയില്ല. അനു കൂട്ടിക്കൊടുപ്പുകാരി അനു. ഈ അനുവിനെ കൂട്ടിക്കൊടുത്തത് ഈ തള്ളയാണ്, മോന് കൂട്ടിക്കൊടുത്തത്. അല്ലെങ്കിൽ പിന്നെ ആ മോനെ നല്ലത് കൊടുക്കൂലേ ഈ തള്ള. ഇവരാണ് ഈ മോന് അനു എന്ന് പറയുന്ന സ്ത്രീയായിട്ട് കൂട്ടിക്കൊടുത്ത് അതിന് വളം വെച്ച് കൊടുത്തത്. പോലീസന്മാരുടെ വശത്തു നിന്ന് തന്നെ ഒരുപാട് വീഴ്ചകളുണ്ടായി. ആദ്യമേ തന്നെ ഈ ആമിനാക്ക്, അതായത് അഷ്കർ, ഈ കിളവീര മോൻ്റെ ഭാര്യയായ ആമിനാക്ക് ഇത്രയും ക്രൂരതകൾ ഈ തള്ളയിൽ നിന്നും ഈ മോനിൽ നിന്നും ഇവരെ മോളെ കയ്യിൽ നിന്നും ഇത്രയും അനുഭവങ്ങൾ അവർ പെടുത്തിക്കൂട്ടി ആ പെൺകുട്ടിയാ അത്രയ്ക്ക് ചെയ്ത് കൂട്ടി ആ വീട്ടിനകത്തിട്ട്. എന്നിട്ട് അപ്പോൾ തന്നെ ആ സമയത്ത് തന്നെ അതിൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയപ്പോൾ എങ്ങനെയോ അത് രക്ഷപ്പെട്ടു ഓടി. ആ സമയത്ത് തന്നെ അവരെ വീട്ടുകാർ 5 or 6 പരാതി കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോലും പോലീസുകാരത് സ്വീകരിച്ചില്ല. അതിന് അവർ ഓരോന്ന് പറഞ്ഞു വിട്ട്. പോലീസ് പറയണ കേട്ടാ തോന്നും ഈ ആമിനാരെ ഉമ്മ പറയുന്നുണ്ട്, അന്ന് ചെന്ന് പരാതി പറയുമ്പോൾ അവരെ പക്ഷം നിൽക്കും കണക്കാണ്, അവൻ്റെ പക്ഷം നിൽക്കും കണക്കാണ് നിന്നത്. പക്ഷെ അന്ന് ആ പരാതി എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ കുരുന്ന് ജീവനോടെ കാണുമായിരുന്നു. അവനൊരു പേടി തോന്നിയനായിരുന്നു. അവനൊരു പേടി തോന്നുകയും ചെയ്തന അവൻ എത്രയും ഈ പെൺകുട്ടിയെ കാണിച്ചതിന് അവനെ പിടിച്ചോണ്ട് പോയി 2 പൊട്ടിക്കുമ്പോഴത്തേക്ക് അവൻ ആ പേടിയിലങ്ങ് നിന്നനായിരുന്നു. ആ പേടിയും ഭയവും ഇല്ലാതെ ആയതിൻ്റെ പേരിലാണ് ഇന്ന് ഇത് കണ്ടത്. ഇപ്പം ആ ആമിനാരെ ഉമ്മായൊക്കെ പറയണത് കേൾക്കണം. പക്ഷെ അന്ന് അത് സംഭവിച്ച് അങ്ങനെ നമ്മൾ പരാതി കൊണ്ട് കൊടുത്തപ്പോൾ അതിന് ആ പരാതി സ്വീകരിച്ച് അവൻ എന്തെങ്കിലും ഒരു രീതിയിൽ പേടിയാക്കിയിരുന്നു എങ്കിൽ ഇന്ന് ആ കുട്ടിക്ക് അങ്ങനെ സംഭവിക്കൂലായിരുന്നു. അപ്പോൾ വീഴ്ച ആരുടെ പക്ഷത്താണ്? പോലീസിൻ്റെ പക്ഷത്താണ് വീഴ്ച. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും സംഭവിച്ചത്. ആമിനാരെ ഉമ്മ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്.
നാട്ടുകാരുടെ ഒരു സഹായത്തിലാണ് ഇപ്പൊ ജീവിക്കുന്നത്. എന്നും നാട്ടുകാർ തരുവോ? ഞാൻ ഇടയ്ക്ക് ലോണൊക്കെ എടുത്ത് ബാങ്ക് വായ്പയൊക്കെ എടുത്താണ് 2-3 പ്രാവശ്യം വന്നത്. ഇപ്പോഴും നമ്മള് നാട്ടുകാർക്ക് ഇതായിരുന്നു നിങ്ങളുടെ അവസ്ഥ, അല്ല ആമിനെ ഇങ്ങനെ മർദ്ദിക്കുന്നു? പ്രാവശ്യത്തെ നമ്മളെ പഞ്ചായത്തിന്റെ മെമ്പറാണ് ഞങ്ങളെ കൂടെ പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്ത്. ആ മെമ്പർ വന്നിട്ട് പോലും ആ മെമ്പറിന് പോലും ഒരു വക വെച്ചിട്ടില്ല അവിടുത്തെ SI പോലീസുകാരാ. അപ്പോഴും അവര് ഇവന്റെ സൈഡാണ് നിന്ന് നെടുമങ്ങാട് പോലീസ് അപ്പോഴും ഇവരെ സൈഡാണ് പറയുന്നത്. മെമ്പർ ഞങ്ങളോട് 3 പ്രാവശ്യം മെമ്പറും വന്നു പോലീസ് സ്റ്റേഷനിൽ ആമിനാര ഇതിന് പരാതി കൊടുക്കാനായിട്ട്. അപ്പോഴും മോള് ഇതേ അവസ്ഥയായിരുന്നു. പോലീസ് അപ്പൊ എന്താ പറയുന്നത്? പോലീസന്മാർക്ക് വളരെ നന്ദി. 6 പ്രാവശ്യത്തോളം ഈ കേസ് പരാതി കൊണ്ടുവന്ന് തന്നിട്ട് പോലും കേസ് എടുക്കാതെ പോയ പോലീസന്മാർക്ക് വളരെ നന്ദിയുണ്ട്. പോലീസ് പറയുന്നത് അവര് ഇവന്റെ സൈഡ് അവ അങ്ങനെയല്ല ഇങ്ങനെയല്ല, നിങ്ങളാണ് ഇങ്ങനെ തെറ്റ് ചെയ്തെന്നല്ലേ പറയണമെന്നൊക്കെ പോലീസുകാർ ഇവന്റെ സൈഡിൽ നിന്നുകൊണ്ട് ഞങ്ങളോട് പറയുമായിരുന്നു. അതാണ് പ്രശ്നം. ഒരു തെറ്റ് കണ്ട് ചെന്ന് ഒരു സ്റ്റേഷനിൽ ചെന്ന് പരാതി പറയുമ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയാണ്, അവൻ നല്ലവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ നല്ല രീതിക്കാക്കി പറയുമ്പോൾ കുറച്ചുകൂടെ അവൻ വിചാരിക്കും ആ എന്നെ നല്ലതാക്കി പൊക്കി പറയല്ലേ, പോലീസ് വരെ നല്ലതാക്കി പൊക്കി പറയണം, അപ്പം പിന്നെ ഞാൻ കുറച്ചുകൂടെ കാണിക്കാമെന്ന് വിചാരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ നടക്കണത്. നമ്മുടെ കേരളത്തിൽ ഇതൊക്കെയാണ് നടക്കണത്. പിന്നെ എങ്ങനെയാണ് അവരെ ആ ചെയ്യേണ്ട രീതി, അവരെന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനായിട്ട് ശിക്ഷിച്ചില്ലെങ്കിൽ അവർക്ക് ഒരിക്കലും പേടിയല്ല. അതാണല്ലോ ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണത്. ഇപ്പം സ്ത്രീകൾക്ക് തന്നെ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. പോകുന്ന വഴിക്കാണ് അവന്മാർ ഓരോന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണത്. അപ്പം അതിന് ചെന്ന് പരാതി പറയുമ്പോൾ ഒന്നീ പോലീസ് പറയണത് എന്തെന്നാണ്, നിങ്ങളല്ലെങ്കിൽ എന്തിനാണ് ഇറങ്ങി അങ്ങനെ നടക്കണത്, അല്ലെങ്കിൽ രാത്രി എങ്ങോട്ട് പോകണം, രാത്രി എന്തിന് വെളിയിലിറങ്ങി നടക്കണം, ഇങ്ങനെയൊക്കെയാണ് പോലീസുമാർ ചോദിക്കാനുള്ളത്. രാത്രി സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കേണ്ട ഒരിത് കാണൂലേ, എന്തെല്ലാം ആവശ്യങ്ങൾ കാണും. അപ്പം അവന്മാർക്ക് അതിൻ്റേതായ രീതിക്ക് ശിക്ഷ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സാറേ എന്നായാലും സത്യത്തിനൊരു വിലയുണ്ട്, ആ സത്യം എന്നായാലും പുറത്തു വരുമെന്ന് പറഞ്ഞു. ആ സത്യമാണ് ഇപ്പോൾ സത്യസന്ധമായതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾക്ക് ഇത് പറയാനും ഇവനെ നിങ്ങൾക്ക് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനും പറ്റുന്നത്. ഇവനെ കറക്റ്റ് കാര്യമാണ്. ആ പരാതി കൊണ്ട് കൊടുത്തപ്പോൾ അവരെ പറഞ്ഞു വിടാതിരുന്ന് അവൻ എന്തെങ്കിലും ഒരു ചെറിയ രീതിക്കെങ്കിലും ഒരു പേടി ഭയം അവന് കൊടുത്തിരുന്നെന്നുണ്ടെങ്കിൽ ഇന്നിത് സംഭവിക്കൂലായിരുന്നു. അത് ഈ പാവങ്ങളെ ആട്ടി ഓടിച്ച് നിയമത്തിന്റെ മുമ്പിൽ ഇവനെയും ഇവന്റെ ഉമ്മയെ സഹോദരിയും കൊണ്ടുവരണം. ഇനി ഒരു പെൺകുട്ടികൾക്കും ഈ ഒരു അവസ്ഥ വരാൻ പാടില്ല. സത്യമാണ്. ഭയങ്കര തള്ളച്ചിയാണത്. ആ തള്ളച്ചി വന്നീന്ന് കരഞ്ഞ് മെഴുകിയല്ലോ. ആ മോളും വന്നീന്ന് പറയുന്നുണ്ടല്ലോ, അവരെ മോക്ക് ഇതുപോലത്തെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടായില്ല. അതുകൊണ്ടാണ് അവരെ മോളെ ഭർത്താവ് നല്ലതുപോലെ നോക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ മോൻ്റെ സ്വഭാവമുള്ള ഒരാളായിരുന്നു അവരെ മോളെ ഭർത്താവെങ്കിൽ 5-6 വെള്ളം കുടിച്ചനെയായിരുന്നു. ഞങ്ങൾക്ക് അതേ പറയാനുള്ളൂ. എന്റെ മോളെ അവസ്ഥ അതിദയനീയമാണ്. എന്റെ മോളെ അവസ്ഥ നിങ്ങളൊക്കെ കണ്ടാൽ മാത്രമേ അതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നതിനേക്കാളും നേരിട്ട് കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. അതാണെന്ന് എന്റെ മോളെ അവസ്ഥ. ഞങ്ങൾ ഓരോ ദിവസവും നീറിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എന്റെ മോളാണ് ഇനി ഞങ്ങളെ ഒരു ആശ്രയം. അവൾക്ക് വിദ്യാഭ്യാസം +2-ന് 1080 മാർക്കായിരുന്നു. നല്ല പാടും കരാട്ട വരെ പഠിപ്പിച്ച ഒരു മോളാണ്. ഡിഗ്രിക്ക് പോവാൻ ഇരുന്നപ്പോഴാണ് അന്ന് ഈ പിശാച് കെട്ടുന്നതിന് മുമ്പ് ഈ പെൺകുട്ടിയെ കാണാൻ ഒരു സുന്ദരിയായിരുന്നു. അതിന് നല്ല രസമുള്ളൊരു പെൺകുട്ടി. പിന്നെയാണ് ആ കോലമായത്. ഇവർ ഉപദ്രവിച്ച് ഈ തള്ളയും മോളും മോനും കൂടെ ഉപദ്രവിച്ചാണ് ഈ പെൺകുട്ടിയെ ഈ പരുവത്തിലാക്കിയത്. അനുഭവിക്കാതെ വന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പൊക്കളഞ്ഞത്. പഠിക്കാനും എന്റെ കൊച്ചിനെ സമ്മതിച്ചില്ല. പഠിക്കാൻ സമ്മതിക്കാത്തത് ഇവരെ ലക്ഷ്യം വിളിച്ചിറക്കിക്കൊണ്ട് പോയതിന് ശേഷമാണ് പിന്നെ ഇവർ വിളിച്ച് വരുത്തി നിക്കാഹ് നടത്തി വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. നിക്കാഹെങ്കിലും നടക്കട്ടെന്ന് വിചാരിച്ച്. അല്ലാതെ വിളിച്ചിറക്കിക്കൊണ്ട് പോയി. ഈ തള്ളച്ചിക്ക് എന്തിനാണ് ആ പെൺകുട്ടിയെ ഉപദ്രവിക്കണം അതിന് വേണ്ടിയിട്ട്. മോനും അങ്ങനെ തന്നെ, മോക്കും അങ്ങനെ തന്നെ. ഈ പെൺകുട്ടി എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്യണം. എന്നിട്ട് വിളിച്ച് നിൻ്റെ സഹോദരനെ കാണിച്ചു തരാമെന്ന്. അതുപോലെ തന്നെ ഈ തള്ളയും ഈ മോളും മോനും കൂടെയാണ് ഈ ആമിനാരെ സഹോദരനെയും ഇല്ലാതാക്കിയത്. പറയുന്നത് പൈസയാണ്, സ്വർണവും വകയും പണവും കൊടുക്കണം. ഇവര് ആഡംബര ജീവിതമാണ്. ആ തള്ളേരെ അണ്ണാക്കിലോട്ട് കുത്തി ഇറക്കി കൊടുക്കണം. സ്വർണവും പൈസയും എല്ലാം കൂടെ.
ഞങ്ങൾ സമ്മതിക്കൂല. ഞങ്ങൾ പാവപ്പെട്ടവരാണ്. എനിക്ക് 10 സെന്റ് വീടും 10 സെന്റ് പെരയുടെ ഒരു ചെറിയൊരു വീടും ഉണ്ട്. ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. ഇപ്പൊ ഈ 2 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ജോലിക്ക് പോവാനോ ഒന്നിനും പറ്റാത്ത ഒരവസ്ഥയാണ്. അങ്ങനെയാണ് ഇന്ന് ഞങ്ങളെ മോള് എത്ര വയസ്സുണ്ട് ഇപ്പൊ? മോക്ക് ഇപ്പൊ 21ാമത്തെ വയസ്സ്. 3 വർഷം കല്യാണം കഴിച്ച 18ാമത്തെ വയസ്സ്. 18 വയസ്സ് തികഞ്ഞ് 10 ദിവസം ഉള്ളപ്പോഴാണ് ഇവര് വന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പൊക്കളഞ്ഞത്. ഞങ്ങൾ കാണാതെ വിളിച്ചിറക്കിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. പിന്നീട് നിങ്ങളുമായി നല്ല ബന്ധത്തിലായിരുന്നു? ഇല്ല, ഞങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞങ്ങളെ വീട്ടിൽ വരികയോ സഹകരിക്കുകയോ ഒന്നും അതാണ് അവര് പറഞ്ഞത്, അങ്ങോട്ട് അടുപ്പിക്കൂലെന്ന്. മോളെടുത്ത് കിടന്ന് ഈ തള്ളയൊക്കെ വഴക്കൂടുമ്പോ മോള് പറയൂന്ന്, നിങ്ങളെ അങ്ങോട്ട് അടുപ്പിക്കൂലെന്ന് ആമിനെ പറയൂന്ന്. അതാണ് ആ തള്ള പറഞ്ഞത്. നിക്കാഹ് നടത്തി കൊടുക്കണം. അങ്ങനെ ഒരു ചടങ്ങ് പള്ളിയിൽ വെച്ച് ചെയ്ത് പെരിങ്ങമല പാപ്പനംകോട് ജമാഅത്തിൽ വെച്ച് നിക്കാഹ് നടത്തി കൊടുത്ത്. അപ്പോഴും ഈ കൊച്ചിനെ എന്റെ വീട്ടിൽ വിട്ടില്ല. വീട്ടിൽ വിടാതെ അവർ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. നിക്കാഹിന് അവൻ മാത്രമാണ് പള്ളിയിൽ വന്നത്. എന്ത് ചെയ്യായിരുന്നു ആ സമയത്തൊക്കെ? വണ്ടി വെട്ടിപ്പാണ്. ഇവൻ ഡ്രൈവറാണ്. എന്നുവെച്ചാൽ ഇവനെ പോലെ ഫ്രോഡ് ആരുമില്ല. അത്രയ്ക്കും ഫ്രോഡാണ്. ഇവനെ പോലെ ഫ്രോഡ്, ഇതിൻ്റെ അപ്പുറത്തെ ഫ്രോഡുകളും ഉണ്ട്. അവന്മാർ വെളിയിൽ മാന്യന്മാരാണ്, അകത്ത് കാണിക്കണത് അതിനെക്കാട്ടി കഷ്ടം. കണ്ടില്ലേ, ഈ അഷ്കർ എന്ന് പറയണ ഈ നാറി വെളിയിൽ കാണിച്ചത് മാന്യനായിട്ടാണ്. അവനെ അത്രയൊക്കെ ചെയ്ത് കൂട്ടുമെന്നുള്ളത് ആ 2 മാസം കൊണ്ടേ ആയുള്ളൂ ആ വാടകയ്ക്ക് അവിടെ കിടന്നിട്ട്. എന്നിട്ട് ആ അയൽവാസികൾക്കൊന്നും ഇവനെ പറ്റി അറിഞ്ഞുകൂടായിരുന്നു. ഇവൻ നല്ല മാന്യൻ, അതാണ് ആളുകളുടെ അടുത്ത് നല്ല മാന്യൻ. പക്ഷെ അകത്ത് കാണിക്കുന്നത് ആ മാന്യന്മാർക്ക് വേറൊരു സ്വഭാവമുണ്ട്. അപ്പം ഇതൊക്കെയാണ് അവസ്ഥ. നല്ലോണം പഠിക്കുന്ന ഒരു പെൺകുട്ടി, അതിന് അന്നത്തെ ആ ഒരു എടുത്ത് ചാട്ടത്തിൻ്റെ പുറത്ത് ആ ഭയങ്കരിയായ അമ്മ വന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് അതിനവിടെ ഇട്ട് ഒരുപാട് പെടുത്തി കൂട്ടി ഇത്രത്തോളം ആക്കിയ ക്രൂര അമ്മയെ ആ കുട്ടിയെ, ആ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ആക്കി, ആ ഒരു കൊച്ചിനെ ഇതേ കണക്കാക്കി. നിങ്ങളെ മകളും കൂടെ കൂട്ടുനിന്നാണ് മോന് എവിടെയൊക്കെ പെൺപിള്ളേരെ പരിചയപ്പെടുമോ ആ പെൺപിള്ളേരെ എല്ലാവരെയും തീർക്കാനായിട്ട് പറഞ്ഞു വിടുന്ന തള്ളയാണ് നിങ്ങൾ. അതാണ് ആ ചെറിയ കീഴ്ത്ത ആ പെൺകുട്ടി. അത് സ്വയം ചെയ്തതല്ല, അത് നിങ്ങൾ പറഞ്ഞുവിട്ട് നിങ്ങളെ മോൻ ചെയ്തതാണ്. അതുപോലെ തന്നെ അഖിലേരെ ഭർത്താവിന് അത് നിങ്ങളാണ് ചെയ്യിച്ചത്. എന്നിട്ട് അവളെ നിങ്ങളെ മോൻ്റെ പരിധിയിലാക്കിച്ച് ഈ അനു എന്ന് പറയുന്ന സ്ത്രീയും കൂടെ ചേർന്നു. പിന്നെ അതുപോലെ ആമിനാരെ സഹോദരനെ അത് നിങ്ങളാണ് ചെയ്യിച്ചത്. അതുപോലെ ഈ കുട്ടിയെ നിങ്ങളെ മകനെ കൊണ്ട് ചെയ്യിക്കുന്നു. ഇതാണ് നടന്നത്. അതിനെന്ത് പുറം ലോകം കാണരുത്. ഈ തള്ളെ പിടിച്ചോണ്ട് പോയി ജയിലിൽ അടയ്ക്കണം. കള്ളച്ചി പോയില്ലേ കാണാൻ? നിങ്ങൾ പോയില്ലേ മോനെ കാണാൻ? ഒരു സഞ്ചിയും കൊണ്ട് അവൻ്റെ സാധനങ്ങളൊക്കെ വാരിക്കെട്ടി പോവാത്തെന്തായിരുന്നു? അയ്യോ മോനെ എന്നൊക്കെ വെള്ളം കുടിച്ചാടാന്നൊക്കെ ചോദിക്കാത്തെന്തായിരുന്നു? ഇനി മോനെ എന്തെങ്കിലും ഒരു കാലത്ത് ഇറങ്ങുമ്പോൾ സഞ്ചിയും തൂക്കി ഇറങ്ങി വരും. അതുപോലെ നല്ലോണം അധ്വാനിക്കുന്നുണ്ടാവും. ഇഷ്ടം പോലെ കിട്ടുമല്ലോ. മാസം 700-800 വെച്ചിട്ട് ഒരു ദിവസം 700-800 വെച്ചിട്ടുണ്ടല്ലോ, ജയിലിൽ നിന്ന് കിട്ടുമല്ലോ. അപ്പം നല്ലൊരു തുക ആയിട്ട് ഇറങ്ങാം.